2014 ബ്രസീൽ ലോകകപ്പ്. മിഷിഗയ്ക്ക് കീഴിൽ ആൽബി സെലസ്റ്റകൾ ലോകം കീഴടക്കാൻ റിയോയിൽ കലാശ പോരാട്ടത്തിന് ബൂട്ടുകെട്ടി. ഡച്ച് പടയെ സെമിയിൽ മറികടന്നെത്തിയ അർജന്റീന എന്നാൽ ജർമ്മൻ സംഘത്തിന് മുൻപിൽ അടിതെറ്റി. ഗോൾ രഹിതമായ മുഴുവൻ സമയത്തിനു ശേഷം അധിക സമയത്തിലെ ഗോഡ്സയുടെ ഗോൾ മെസ്സിയുടെ സംഘത്തിന്റെ സ്വപ്നമാണ് തകർത്തത്. ഒടുവിൽ മികച്ച കളിക്കാരനുള്ള ട്രോഫിയും വാങ്ങി ലോകകപ്പിലേക്ക് നോക്കി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ലോക ഫുട്ബോളിലെ ഏറ്റവും ഹൃദയഭേദകമായ ചിത്രമാണ്. മനുഷ്യ സഹജമായതും അപ്പുറവും ചെയ്തിട്ട് ഒടുവിൽ വീണുപോയതിന്റെ പാപഭാരവും മുഴുവൻ ചുമന്നാണ് അന്ന് മെസ്സിയും സംഘവും കളം വിട്ടത്. വർഷം 1 കഴിഞ്ഞു. ചിലിയിൽ കോപ്പയുടെ കലാശ പോരാട്ടം. എതിരാളികൾ ആതിഥേയർ. ഒരിക്കൽ കൂടെ ഗോൾ നേടാൻ ആൽബി സെലസ്റ്റകൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ മത്സരം പെനാൽറ്റിയിലേക്ക്. എന്നാൽ മെസ്സി മാത്രമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടത്. തന്റെ ടീം ലക്ഷ്യം മറന്നപ്പോൾ 2 കൊല്ലത്തിനിടയിൽ 2 വട്ടം മെസ്സി ഫൈനലിൽ കാലിടറി. വർഷം 2016. വീണ്ടും കോപ്പയുടെ ഫൈനൽ. എല്ലാം കഴിഞ്ഞ വട്ടത്തെ തനിയാവർത്തനം. മുമ്പിൽ എതിരാളികൾ ചിലി. ഗോൾ രഹിതമായ മത്സരം. ഒടുവിൽ വിധി പെനാൽറ്റിയിലേക്ക് വിടുന്നു. എന്നാൽ ഇത്തവണ മെസ്സിക്ക് തന്നെ പിഴയ്ക്കുന്നു. വീണ്ടും ഒരു ഫൈനൽ തോൽവി. തുടർച്ചയായ 3-ാം വർഷവും അയാൾക്ക് ഫൈനലിൽ നിരാശ. നിർഭാഗ്യം തന്നെ വേട്ടയാടുന്നു തോന്നിയ നിമിഷം. ലോകം പോലും അയാൾ ക്ലബിൽ ഫുട്ബോളിൽ മാത്രമേ കളിക്കൂ, നാഷണൽ ടീമിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന കുത്തുവാക്കുകൾ കൊണ്ട് നിരാശനായ നിമിഷം. അർജന്റീന കുപ്പായത്തോട് അയാൾ വിട പറഞ്ഞു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എന്നാൽ നാളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതേണ്ട ആ കരിയർ അങ്ങനെ അങ്ങ് നിർത്താൻ അയാൾക്കും അയാളുടെ ആരാധക കൂട്ടത്തിനും കഴിഞ്ഞില്ല. അയാൾ തിരിച്ചു വന്നു. വർഷം 2018. ഇക്കഡോറിന്റെ മണ്ണിൽ ശരിക്കും മിഷിക അവതരിച്ചുകൊണ്ട് മാത്രം ആൽബി സെലസ്റ്റകൾ റഷ്യയിലേക്ക് വണ്ടി കയറി. എന്നാൽ നിരാശാജനകമായ തുടക്കമാണ് അർജന്റീനയ്ക്ക് കിട്ടിയത്. മെസ്സിയുടെ മികവിൽ നൈജീരിയയെ മറികടന്ന് അർജന്റീന അവസാന 16-ലെത്തി. എന്നാൽ ഫ്രഞ്ച് യുവപടയുടെ മുൻപിൽ അർജന്റീനയുടെ പോരാളികൾ ഓടിത്തളർന്നു. 4-3 മെസ്സിയുടെയും അർജന്റീനയുടെയും റഷ്യൻ സ്വപ്നങ്ങൾ അവസാനിച്ചു. വർഷം 2021. തന്റെ ശാപം തുടങ്ങിയ ബ്രസീൽ തന്നെ കോപ്പയ്ക്ക് കളമൊരുങ്ങി. ലെണൽ സ്കലോണി എന്ന പരിശീലകന് കീഴിൽ മെസ്സിക്ക് ചുറ്റും ഒരു കൂട്ടം യുവനിരയുമായാണ് അർജന്റീന എത്തിയത്. 4 ഗോളും 5 അസിസ്റ്റും. മെസ്സി മുമ്പിൽ നിന്നും നയിച്ചപ്പോൾ ചിരവൈരികളായ ബ്രസീലിനെ തന്നെ തകർത്ത് മെസ്സി തന്റെ ആദ്യ രാജ്യാന്തര കിരീടം സ്വന്തമാക്കി. തന്റെ ഫൈനൽ ശാപം തുടങ്ങിയ ആ മണ്ണിൽ വച്ച് തന്നെ റെഡിമർ കുന്നിലെ യേശുവിനെ സാക്ഷിയാക്കി മിഷിഗയ്ക്ക് ശാപമോക്ഷം. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. സ്കലോണിയുടെ കീഴിൽ ഒരു കൂട്ടം പോരാളികളുമായി മെസ്സി ലോകം കീഴടക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. സ്കലോണിയുടെ മെസ്സിപ്പടയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വിമർശകർക്കുള്ള മറുപടിയാണ് 2022 ഫൈനലിസ്മ. യൂറോ കപ്പുമായി വന്ന അസൂരിപ്പടയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്താണ് മെസ്സിയും സംഘവും മറുപടി നൽകിയത്. ഒരിക്കൽ കൂടെ ലോക പോരാട്ടത്തിന് വേദിയൊരുങ്ങി. അത്തറുമടക്കുന്ന ഖത്തറിന്റെ മണ്ണിൽ 46 മത്സരത്തിന്റെ അപരാജിത കുതിപ്പുമായാണ് ആൽബി സെലസ്റ്റകൾ എത്തിയത്. എന്നാൽ ആദ്യ മത്സരം തന്നെ സൗദിയോട് അർജന്റീന വീണു. വീണ്ടും വിമർശനങ്ങൾ കൊണ്ട് വിമർശകർ അർജന്റീനയെ കുത്തിക്കീറി. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ആ വാക്കുകൾ മെസ്സിയും സംഘവും പാലിച്ചു. പിന്നീട് അർജന്റീന നടത്തിയ കുതിപ്പിൽ വീണത് പല വമ്പന്മാരാണ്. മെക്സിക്കോയും പോളണ്ടും ഓസ്ട്രേലിയയും നെതർലൻഡ്സും ബ്രസീലിനെ തകർത്ത ക്രൊയേഷ്യയും വീണു. കലാശ പോരാട്ടത്തിൽ ഫ്രഞ്ച് പട. ആദ്യ 80 മിനിറ്റിൽ എല്ലാം അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നു, 2 ഗോളിന് മുൻപിൽ. എന്നാൽ 2 മിനിറ്റിൽ 2 വട്ടം ആഞ്ഞടിച്ച് എംബാബെ മത്സരം സമനിലയിലാക്കി. അധിക സമയത്തിലേക്ക് നീണ്ടപ്പോൾ ഒരിക്കൽ കൂടെ മിഷിക അവതരിച്ചു. എന്നാൽ വില്ലനായി എംബാബെ ഒരിക്കൽ കൂടെ അവതരിച്ചു. വീണ്ടും ദൈവങ്ങൾ അയാളെ പരീക്ഷിക്കുന്നു എന്ന് തോന്നിയ നിമിഷം. എന്നാൽ മിഷിഗയ്ക്ക് വേണ്ടി എമി കാവൽ മാലാഖയായി അവതരിച്ചു.
മോട്ടിനേലിയുടെ പെനാൽറ്റി വലയിലെത്തുമ്പോൾ ചരിത്രം പിറക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ നോക്കി നിന്ന ആ കനക കിരീടം ഒടുവിൽ അയാളുടെ കയ്യിൽ. ഒരു നാടോടി കഥ പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ആ കരിയറിന് മനോഹരമായ പര്യവസാനം. വളർച്ച മുരടിച്ചു പോയ ഒരു പയ്യൻ തന്റെ പരിശ്രമം കൊണ്ട് വിധിയെപ്പോലും പോരാടി തോൽപ്പിച്ച് ഫുട്ബോളിന്റെ മിശികയായിരിക്കുന്നു.